എന്റെ ഒരു സംശയം, മുകേഷ് കോടതിയിൽ ചില തെളിവുകളൊക്കെ കൊടുത്തിരുന്നു. നിങ്ങൾ തമ്മിൽ വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നോ? ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഈ വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ 2009 വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടായിട്ടില്ല. 2012 ഞാൻ പുള്ളിക്കാരൻ, കാരണം എനിക്ക് പുള്ളിക്കാരനോട് ഒരു ഇടപാടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ, ഞങ്ങൾ തമ്മിലൊരു ഇടപാടുണ്ട്. അപ്പൊ ഞാൻ സിംഗിൾ പേരന്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ട് വരും, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ ഞാൻ മോളുടെ ഒരു ഫീസിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പലരോടും ഞാൻ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്. ആ ചോദിച്ച കൂട്ടർ ഇദ്ദേഹത്തിനോട് ചോദിച്ചത് തെറ്റാണോ? അനുഭവം ഉണ്ടായെങ്കിലും മുകേഷിനോട് പിന്നീട് ഒരു 3-4 വർഷത്തിന് ശേഷം മകളുടെ ഫീസിന് വേണ്ടിയിട്ട് താങ്കൾ പണം ചോദിച്ചു. അത് ഏകദേശം എത്ര രൂപയായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ഓർമ്മയുണ്ടോ? നമ്മൾ സത്യസന്ധമായി പറഞ്ഞാൽ, കാരണം മുകേഷ് പറഞ്ഞിരിക്കുന്നത് ആ തെളിവുകൾ ഉത്തരം പറ. ഞാൻ 25,000 ഞാൻ ചോദിച്ചു മോളുടെ എങ്ങനെ ഫീസിന് വേണ്ടി. അതുകൊണ്ട് അപ്പൊ തന്നെ പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ടു, സോറി കേട്ടോ ഞാൻ ടൈറ്റ് ആണ്, ഇത്ര പെട്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അതന്നത്തെ ചോരത്തിളപ്പിന് മിനു വാട്സപ്പ് ചാറ്റിനകത്ത് വളരെ സൗഹൃദത്തോടു കൂടി മിനു സംസാരിച്ച 1-2 വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടല്ലോ മുകേഷുമായിട്ട്. പറഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങൾ ഒന്ന് മനസ്സിലാക്ക്. നമ്മള് എന്തൊക്കെയാണ് നമ്മൾ പീഡിപ്പിക്കപ്പെട്ടു. ഇനി നമ്മൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ ഈ ഒരു നയപരമായിട്ട് നിന്നല്ല, നാളെ ഇദ്ദേഹം വിചാരിച്ച നമുക്ക് ഫിലിം വരെ കിട്ടും വേണമെങ്കിൽ. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. ഇപ്പൊ ഒരു MLA സ്ഥാനത്തിരിക്കല്ലേ, അപ്പോൾ എൻ്റെ എന്തെങ്കിലും ഒരു ജോലിക്കാരത്ത് എന്തെങ്കിലും പുള്ളിക്കാരൻ ഇങ്ങനെ ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു. വേറെ രീതിയിലോ പ്രേമോ സ്നേഹമോ ഒരു മണ്ണാങ്കട്ടിയല്ല. വളരെ ഇന്റിമേറ്റ് ആയ ഒരാളാണ്. എന്റെ മനസ്സിന് ഇന്നും വേദന. വളരെ ഇന്റിമേറ്റ് ആയിട്ട് ചില മെസ്സേജുകൾ അയച്ചിരുന്നു സുഹൃത്തുക്കൾക്കപ്പുറം. ഹലോ, എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ഇന്റിമേറ്റ് അയക്കാൻ മാത്രം അങ്ങനെ ഒരു അദ്ദേഹത്തോട് എനിക്ക് ഒന്നും ഉണ്ട്. അത് കാണിക്കട്ടെ. ഇന്റിമേറ്റ് ആയിട്ടൊന്നും ഞാൻ പുള്ളിക്കാരനോട് ഞാൻ അങ്ങനെ ഒന്നും അയച്ചിട്ടില്ല. പിന്നെ ഞാൻ വേറെ എന്തോ ഒരു മെസ്സേജ് ആദ്യകാലത്ത് അങ്ങാണ്ട് അയച്ചായിരുന്നു. സോമന, മുകേഷേട്ടൻ ഇതൊക്കെ കളാമ, സരിത ചേച്ചിയായിട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുക, സരിത ചേച്ചിയുടെ 2 ആൺകുട്ടികൾ, അങ്ങനെയൊക്കെ ഒരു മെസ്സേജ് എന്നിട്ട് ഓർക്കുന്നുണ്ട്, ശരിക്കും ഓർക്കണില്ല. എന്നാലും മാത്രം ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഇന്റിമേസി എനിക്ക് പുള്ളിക്കാരനോട് അന്നും ഇല്ല, എനിക്ക് ഇന്നും ഇല്ല. ഭയങ്കരം തന്നെ. ചുംബനത്തിന്റെ ഒരു സ്മൈലി അയച്ചിട്ടില്ല. എനിക്ക് മെമ്പർഷിപ്പ് വേണം. എന്നെ പണ്ട് നിങ്ങൾ പ്രോമിസ് ചെയ്ത് പീഡിപ്പിച്ച ഒരാളാണ്, എന്നെ പ്രലോഭിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയതാണ്. ഇതൊന്നും മറക്കരുത്. എന്നെ ഇങ്ങനെ അതെന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് സ്മൈലി അയച്ചെങ്കിൽ അത് ജസ്റ്റ് റിമൈൻ ചെയ്യും. അതാണ് മറക്കരുത്. ഒരു സ്മൈലി ഹാർട്ടിന്റെ സ്മൈലിയും ആയിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എല്ലാവർക്കും ഇത് അയക്കാറുണ്ട്. ഇപ്പൊ എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, കുറെ പേര് എല്ലാം ഫ്രണ്ട്സ് ആണ്. ഞാൻ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഉമ്മ അതിന്റെ ഒരു എന്താണ് ഐക്കോണാ, എന്താ പറയാ, അത് അയക്കുമ്പോ നമ്മൾ സ്ട്രേറ്റിലല്ല കൊടുക്കുന്നത്. അതെന്റെ ഒരു സ്നേഹപ്രകടനം, ദാറ്റ്സ് ഓൾ. അതിനെ നിങ്ങൾ ലെസ്റ്റ് ആയിട്ട് കണക്കാക്കരുത് പ്ലീസ്. എന്തോന്നാടോ ഇത്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അതെ, ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പൊ ഞാൻ ഈ മോൾക്ക് വേണമെങ്കിൽ മോളെ കൊടുക്കും. അതെന്റെ ഒരു സ്നേഹപ്രകടനം. അതിന് പ്രേമമായിട്ടോ കാമമായിട്ടോ കാണരുത്. ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. 25,000 രൂപ ആദ്യം ചോദിച്ചു, പിന്നീട് 1,00,000 രൂപ കസിൻ ചോദിച്ചു. 1 രൂപയും തന്നിട്ടില്ല. 1 രൂപ പോലും മിനുവിന് പുള്ളിയെ കൊണ്ട് ഗുണം ഉണ്ടായിട്ടില്ല. ഇല്ല, ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഒരു 5 പൈസ അവിടെ ഗുണം ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് അന്ന് ഞാൻ മിണ്ടാണ്ടിരുന്ന എന്റെ മക്കളുടെ ഭാവി ഓർത്ത് ഞാൻ മിണ്ടാണ്ടിരുന്നത്. എന്നിട്ട് സമാധാനപരമായി നീക്കുമായിരുന്നു. എനിക്ക് ചേട്ടാ നിങ്ങൾ എന്തെങ്കിലും ഉപദ്രവിച്ചതാണ്, പക്ഷെ പിള്ളേരുടെ കാര്യത്തിന് വേണ്ടി എനിക്ക് എപ്പോഴെങ്കിലും മെമ്പർഷിപ്പ് എന്റെ കാര്യം എനിക്കുള്ളായിരുന്നു. മെമ്പർഷിപ്പ് അത്രേ ഉള്ളായിരുന്നു. പക്ഷെ ഇവർ തരാൻ തരില്ല. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഇനി സമൂഹത്തിന് വേണ്ടി, നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടി, അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു.
ഇങ്ങനെയുള്ള കള്ളന്മാരുടെ മുഖംമൂടി എല്ലാം ഞാൻ എടുക്കാന്ന് വെച്ചാൽ അതുകൊണ്ടാണല്ലോ ഞാൻ സത്യമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നത്. ഞാൻ ഇനി എല്ലാ സത്യവും ഞാൻ പറയാൻ തീരുമാനിച്ചു. ഈശ്വര ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും പീഡിപ്പിച്ച ഒരാളായിട്ടും കുട്ടിയുടെ ഒരു ഫീസ് കാര്യം പോലും ചോദിച്ചിട്ട് ഇയാളെ സഹായിക്കാൻ എത്ര ക്രൂരനാണെന്ന് ഓർത്തു നോക്കി, ഒന്ന് മനസ്സിലാക്കി അല്ലേ? എന്താ ശരിയല്ല മാവ? ശരിയല്ലെന്ന് എടോ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? പിന്നെന്താ പ്രശ്നം? സഹായിക്കണോ വേണ്ടിയോ? അയാൾക്ക് കടമയില്ലേ? തിരിച്ചൊരു ചോദ്യം അതുപോലെ കൊണ്ടുവരുന്നു. സഹായിക്കാൻ ഇങ്ങനെ മുതലാളിക്ക് ക്രൂരമായി അയാളോട് പീഡിപ്പിച്ച ദൈവം അയാളോട് ചോദിക്കും. ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിച്ച ഒരാളോട് എങ്ങനെ പൈസ ചോദിക്കാൻ ചോദിച്ചു എന്നൊരു ചോദ്യം ചിലർ ചോദിക്കുന്നുണ്ട്. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല അതോ ചോദിക്കുന്ന അപ്പൊ തന്നെ നമ്മൾ ചോദിക്കുന്നില്ല. പിന്നെ 3-4 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇയാളെ വിടില്ല എന്നൊരു മനസ്സിൽ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇയാളെ അപ്പൊ അത് ഞാൻ സഹായം ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി വാട്ട് എ ക്രൂവൽ പേഴ്സൺ ഹി ഹാസ്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് ഒറ്റ കാര്യം കൂടി ചോദിച്ചാൽ ദൈവമേ, ഇത് രണ്ട് കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. അന്നൊരു ആ 25,000 രൂപ മിനുവിന്റെ ഒരു ബുദ്ധിമുട്ട് വന്ന സാഹചര്യത്തിൽ 25,000 രൂപ മിനുവിന് തന്നിരുന്നെങ്കിൽ മിനു ഒരു പക്ഷേ ഈ കേസുമായിട്ടോ ഇങ്ങനെ വെളിപ്പെടുത്തലൊന്നും മുന്നിൽ മുതിരില്ലായിരുന്നു അല്ലേ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇപ്പൊ കറക്റ്റ് അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.